അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കുറച്ച് ടെൻഷൻ കൂടിയിട്ടുണ്ടാവില്ലേ? SLC ബയോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ. പക്ഷെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പോകുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥയെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒന്നാമത്തെ പാഠഭാഗത്ത് കാണുന്നത്. അതിലാദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് മിസ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ബയോളജിയോടുള്ള ഈ 10th കയറേണ്ട ഒരു പേടി ഒന്ന് മാറ്റി കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിതിനെ ഒന്ന് നേരിട്ട് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സ്റ്റിമുലൈ എന്നും എന്താണ് റിസപ്റ്റേഴ്സ് എന്നുമാണ്. അതായത് എന്താണ് ഉദ്ദീപനം, എന്താണ് ഗ്രാഹികൾ എന്നാണ്. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മൾ പെട്ടെന്ന് എന്താണ് ഓടിപ്പോകുന്ന വഴി കാലിലൊരു മുള്ളുകൊണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് കാല് വലിക്കും അല്ലെ? അപ്പൊ അവിടെ നമ്മുടെ കാല് വലിക്കാനുണ്ടായത് ആ മുള്ള് കൊണ്ട ആ ഒരു വേദനയാണ്, അല്ലെങ്കിൽ ആ മുള്ള് തറച്ചതാണ്. ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ നടന്നു പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നല്ല ബിരിയാണീൻ്റെ മണം വരുമ്പോൾ എന്താണ് നമുക്കിങ്ങനെ വായിൽ വെള്ളം ഊറും അല്ലേ? യെസ്. അപ്പൊ ഇതുപോലെ അവിടെ നമ്മുടെ വായിൽ ആ ഒരു സലൈവ വരാനുള്ള കാരണമായത് എന്താണ്? ആ ഒരു സ്മെല്ലാണ്. ഇതുപോലെ നമ്മുടെ ബോഡിയിൽ ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ വേണ്ടി കാരണമാകുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ സ്റ്റിമുലൈ അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന സ്മെല്ല്, ഇതുപോലെ സൗണ്ട്, അല്ലെങ്കിൽ പുറമേ നിന്ന് വരുന്ന തരത്തിലുള്ള ഹീറ്റ്, ലൈറ്റ്, നമുക്ക് കാഴ്ച കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം അവിടെ ഈ പറയുന്നതൊക്കെ എന്താണ്? സ്റ്റിമുലൈ ആണ് അല്ലെങ്കിൽ ഉദ്ദീപനമാണ്. ഈ ഉദ്ദീപനത്തെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം: ഇന്റേണൽ സ്റ്റിമുലൈ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റിമുലൈ. അതായത് ആന്തരിക ഉദ്ദീപനവും ബാഹ്യ ഉദ്ദീപനവും. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡീൻ്റെ അകത്ത് നിന്നാലേ നമുക്ക് നല്ല വിശപ്പൊക്കെ വരും. വിശപ്പ് വരുമ്പോഴാണ് നമ്മൾ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് വല്ലാണ്ട് ദാഹം ഉള്ളിൽ നിന്ന് വരുമ്പോഴാണ് നമ്മൾ പോയി വെള്ളം കുടിക്കുന്നത്. അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ കാരണമായത് നമ്മുടെ തേഴ്സ്റ്റ് അല്ലെങ്കിൽ ദാഹമാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ വയറിന്നിങ്ങനെ എന്ത് ചെയ്യുന്നൊരു എരിച്ചിലൊക്കെ വരും അല്ലേ? അതാണ് എന്ത് നമ്മുടെ ആ ഒരു ഇന്റേണലായിട്ട് വന്ന ആ ഒരു ഹങ്കർ. അപ്പം നമ്മുടെ ഈ പറയുന്ന തേഴ്സ്റ്റ്, അതായത് ദാഹം, ഹങ്കർ അല്ലെങ്കിൽ വിശപ്പ് എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ഇന്റേണൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ദീപനം ക്ലിയർ ആയല്ലോ. രണ്ടാമതായിട്ടൊരു കാര്യം കൂടെ മിസ് പറയട്ടെ, എന്താണ് റിസപ്റ്റേഴ്സ് എന്ന്. അതായത് ഈ പറയുന്ന സ്റ്റിമുലസിനെയൊക്കെ റിസീവ് ചെയ്യാൻ നമ്മുടെ സെൻസ് ഓർഗൻസിലുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസിനെ, വളരെ പ്രത്യേകതയുള്ള കോശങ്ങളെയാണ് നമ്മൾ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസപ്റ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ വരുന്ന സ്റ്റിമുലസിനെയൊക്കെ റിസീവ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ന്യൂറോണുകളിലേക്ക് മെസ്സേജസ്, ഇമ്പൾസസ് ക്രിയേറ്റ് ചെയ്ത്, അതായത് ആവേഗങ്ങളെ ഉണ്ടാക്കി ന്യൂറോണുകൾക്ക് കൊടുക്കുന്നത്. അപ്പൊ സ്റ്റിമുലസ്, അതായത് അതുപോലെ തന്നെ റിസപ്റ്റേഴ്സ്, ഉദ്ദീപനങ്ങൾ, ഗ്രാഹികൾ, ഇത് രണ്ടും ക്ലിയർ ആയല്ലോ. പിന്നെ ഇവിടെ മേജറായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ നാഡീകോശമാണ്. അതായത് നമ്മുടെ നെർവസ് സിസ്റ്റം ആയിട്ടുള്ള ബ്രെയിൻ ആയിക്കോട്ടെ, നമ്മുടെ സ്പൈനൽ കോഡ് ആയിക്കോട്ടെ, അതായത് മസ്തിഷ്കം ആയിക്കോട്ടെ, സുഷുമ്നാ നാഡി ആയിക്കോട്ടെ, ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ നാഡീകോശങ്ങൾ കൊണ്ടാണ്, നമ്മുടെ ന്യൂറോൺ. ഈ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് ഈ പാഠത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ ആദ്യം ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് വരുന്നതാണ് അതിൻ്റെ ഡെൻഡ്രൈറ്റ്. അത് കൂടി ചേർന്ന് വരുന്ന മെയിൻ ഭാഗമാണ് ഡെൻഡ്രോൺ. പിന്നെ ചേരുന്ന ന്യൂക്ലിയസ് ഉള്ള ഭാഗമാണ് നമ്മുടെ സെൽ ബോഡി അല്ലെങ്കിൽ കോശ ശരീരം എന്ന് പറയുന്നത്. അവിടെ നിന്ന് പോകുന്ന നീണ്ട ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് പറയുന്നത്. ആക്സോൺ പിന്നീട് ശാഖ തിരിഞ്ഞ് അല്ലെങ്കിൽ ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നതിനെയാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ എൻഡിൽ ചെറിയ ബലൂൺ ലൈക്ക് അല്ലെങ്കിൽ ഒരു നൊഡ്യൂൾ പോലെ ഉരുണ്ടിരിക്കുന്ന ഭാഗം കാണാം അല്ലേ? അതിനെയാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല, ഈ നീണ്ട ഭാഗമായിട്ടുള്ള ആക്സോണിന് ചുറ്റും ചെറിയ ചെറിയ കോശങ്ങൾ കാണാം. അതിനെയാണ് നമ്മൾ ശ്വാൻ സെൽ അഥവാ ശ്വാൻ കോശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും നിങ്ങൾക്ക് വെൽ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ളത് വളരെ സിമ്പിളാണ്. സോ SSLC ബയോളജി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇത്രയും ബേസിക് കോൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കുക. സോ ഇതിലും അപ്പുറമുള്ള കാര്യങ്ങളുമായിട്ട് വീണ്ടും വരാം. See you there. Bye bye.